ചാരിറ്റി വേൾഡ് ട്രസ്റ്റ് കൈകോർക്കുന്ന കാരുണ്യം. ഇതൊരു ഭവനമാണ്. ഈ ഭവനത്തിലെ അംഗങ്ങളെല്ലാം മാലാഖമാരാണ്. അനേകം വൃക്കരോഗികൾക്കും കരൾ രോഗികൾക്കും ഭിന്നശേഷിയുള്ള കുട്ടികൾക്കും ആശ്വാസം നൽകാൻ ദൈവം നിയോഗിച്ച മാലാഖമാർ. അവർക്ക് നേതൃത്വം നൽകുന്നതാകട്ടെ ഫാദർ സെബാസ്റ്റ്യൻ പുന്നശ്ശേരിയും ഫാദർ ജോസ് നിലവൻതറയും. ചങ്ങനാശ്ശേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ക്രൈസ്തവരും അക്രൈസ്തവരുമായ അനേകം വ്യക്തിത്വങ്ങൾ ഇവർക്കൊപ്പം ചേരുമ്പോൾ ഇവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. ചാരിറ്റി വേൾഡ് ട്രസ്റ്റിന് ജിമ്മി പടനിലം സെന്റർ എന്ന വലിയ ഭവനം ലഭിച്ചതിനു പിന്നിൽ വലിയൊരു ദൈവീക പദ്ധതിയുണ്ട്. ഡോക്ടർ ജോർജ് പടനിലത്തിൻ്റെയും മിസിസ് പൊന്നമ്മ ജോർജിൻ്റെയും സ്വന്തം ഭവനം ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വിട്ടു നൽകാൻ ദൈവം ഇവരെ നിയോഗിച്ചത് ഇവർക്ക് വലിയൊരു സമ്മാനം നൽകിക്കൊണ്ടായിരുന്നു. ജിമ്മി എന്ന ഈ വലിയ സമ്മാനം ഇവർക്കിന്ന് നൽകുന്ന സന്തോഷം ചെറുതല്ല. ഭിന്നശേഷിയുള്ള കുട്ടികൾ ജനിക്കുന്നത് ഒരു ബാധ്യതയാണോ? പലരും അതൊരു ബാധ്യതയായി കാണുന്ന സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. കുറവുകളെ നിറവുകളാക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ഒന്നും ഒരു ബാധ്യതയല്ല, മറിച്ചൊരു അനുഗ്രഹമാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഡോക്ടറിലൂടെ വലിയ വലിയ ദൈവിക പദ്ധതികളാണ് ചങ്ങനാശ്ശേരിയിൽ നടക്കുന്നതെന്ന് അറിയാൻ സാധിച്ചു. ഏകദേശം 12 കോടി രൂപയുടെ സ്വത്തുക്കളാണ് ഫാദർ സെബാസ്റ്റ്യൻ പുന്നശ്ശേരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വേൾഡ് ചാരിറ്റി ട്രസ്റ്റിന് വേണ്ടി ഡോക്ടർ നൽകിയത്. ഇതിനുണ്ടായ സാഹചര്യം എന്താണ്? ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും. ഞങ്ങളുടെ മകൻ ജിമ്മി ഭിന്നശേഷിയുള്ളൊരു കുട്ടിയാണ്. അവന് വേണ്ട ഒരുപാട് സഹായങ്ങൾ അവൻ ജനിച്ചു വളർന്ന അമേരിക്കയിൽ കിട്ടിയിരുന്നു. അത് കാരണം അവൻ ഒരുപാട് പുരോഗതി അവൻ്റെ പെരുമാറ്റത്തിലും ബാക്കി എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതുപോലത്തെ സൗകര്യങ്ങൾ ഇവിടെ ഒരു സ്ഥലത്തും കാര്യമായി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അതിനൊരു സെൻറ്റർ തുടങ്ങണം. അതുപോലെ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് സഹായമാകുന്ന രീതിയിലുള്ള പ്രവർത്തന പരിപാടികളുടെ ആരംഭിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അത് പിന്നീട് അതിന് നേതൃത്വം നൽകാൻ പറ്റിയ ഒരാളെ ഫാദർ പുന്നശ്ശേരിയാണെന്ന് മനസ്സിലാക്കി അങ്ങനെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ചാരിറ്റി വേൾഡ് ട്രസ്റ്റിന് ഞങ്ങളിത് ദാനം ചെയ്യുകയായിരുന്നു. 2 മക്കളെക്കുറിച്ച് അങ്കിൾ ഇപ്പോൾ പറയുകയുണ്ടായി, അവരെ പറ്റിയിട്ടൊന്ന് പറയാമോ? 1964 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത്. ഞങ്ങൾക്ക് 2 മക്കൾ ടോമും ജോജോയും ഇവിടെ ജനിച്ച്. ഇളയ മോനെ ജോജോയ്ക്ക് 6 മാസവും മൂത്ത മോന് ഏകദേശം 2 വയസ്സും ആയപ്പോഴാണ് ജോർജ് കുട്ടി ആദ്യമായിട്ട് അമേരിക്കയ്ക്ക് ജൂൺ മാസത്തിൽ പോയത്. ജോർജ് കുട്ടി പോയി 6 മാസം കഴിഞ്ഞ് ഡിസംബറിലാണ് ഞാനും കുട്ടികളും അമേരിക്കയ്ക്ക് പോകുന്നത്. മൂത്ത 2 മക്കളും ഇപ്പോൾ അമേരിക്കയിൽ തന്നെയുണ്ട്. മൂത്ത മകന് 50 വയസ്സ് കഴിഞ്ഞു. രണ്ടാമത്തെ മകന് 50 വയസ്സ് അടുത്ത വർഷമാകും. അവർ 2 പേരും വിവാഹം കഴിഞ്ഞു. ഞങ്ങൾക്ക് 5 ഭാര്യമാരും അവിടെയുണ്ട്. 5 കുഞ്ഞുമക്കളുമുണ്ട്. മൂത്ത മകൻ അവിടെ ഒരു ഓർത്തോപീഡിക് സർജനായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. അവൻ്റെ വൈഫ് ഒരു പീഡിയാട്രീഷ്യനാണ്. രണ്ടാമത്തെ മകൻ അവിടെ ഒരു CA കഴിഞ്ഞിട്ട് അക്കൗണ്ടൻ്റാണ്. പക്ഷേ പുള്ളി സ്വന്തം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും ആണ്. അവൻ്റെ വൈഫ് ജനറൽ മെഡിസിൻ പാസ്സായതാണ്. ഈ സെൻറ്റർ തുടങ്ങുന്നതിനെ പറ്റിയിട്ടൊക്കെ ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്ക് അവരുടെ ഭാഗത്തുനിന്നൊക്കെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഞങ്ങളിതിങ്ങനെ തുടങ്ങുന്നതും ഞങ്ങൾക്ക് എന്തെങ്കിലും വീട് വെച്ച കാലം മുതൽ നല്ലൊരു എന്തെങ്കിലും മോൻ്റെ ഇതിൽ പോലുള്ളൊരു കാര്യത്തിന് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെ 6-7 വർഷം ഒത്തിരി ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എടുത്ത ഒരു തീരുമാനമാണിത്. ഞങ്ങൾ
വിൽക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഞങ്ങൾക്കൊരു മനപ്രയാസമായിരുന്നു. വിൽക്കാതെ ജിമ്മി മോനെ പോലെയുള്ള കുട്ടികൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉതകാൻ ഒരിത് ചെയ്യണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ പ്രാർത്ഥിച്ച് അതേക്കുറിച്ച് ഞങ്ങൾ അമേരിക്കയിൽ ചെല്ലുമ്പോൾ മൂത്ത കുട്ടികളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് വളരെ സപ്പോർട്ടായിരുന്നു. ജിമ്മി ഉണ്ടായതിന് ശേഷം ഉണ്ടായ ജീവിതം അതൊന്ന് പങ്കുവയ്ക്കാമോ ഞങ്ങളുമായിട്ട്? രണ്ടാമത്തെ മകനൊരു 8-9 വയസ്സായപ്പം തൊട്ട് എനിക്കൊരു പെൺകുട്ടി വേണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഗർഭം ധരിക്കത്തില്ലായിരുന്നു. പിന്നെ അവിടെ മാതാവിൻ്റെ ഒരു പള്ളിയുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 15 മൈൽ അകലെയായിരുന്നു. ഞാൻ പുള്ളി ജോലിക്ക് മക്കൾ സ്കൂളിൽ പോയി കഴിയുമ്പോൾ ഡ്രൈവ് ചെയ്ത് അവിടെ പോയി ആ പള്ളിയിലിരുന്ന് കുർബാനയും കണ്ട് പ്രാർത്ഥിച്ച് അവിടെയുള്ള കുറേ അമേരിക്കൻ കൂട്ടുകാരൊക്കെ ഉണ്ട്, അവരോടൊക്കെ പറഞ്ഞ് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു എനിക്കൊരു കുട്ടിയെ, കാരണം അതൊരു പെൺകുട്ടിയെ കിട്ടാനായിട്ട്. 3 വർഷം പ്രാർത്ഥിച്ചിട്ടും വിശേഷമൊന്നും തോന്നിയില്ല. അവസാനം പിന്നെ അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഒരു ചെറിയ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. എങ്കിലും പ്രാർത്ഥന മുടക്കിയിട്ടില്ല. അങ്ങനെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ആണ് മോനെ ഗർഭം ധരിച്ച്. മോൻ പ്രഗ്നൻസിയൊക്കെ വളരെ സൂക്ഷിച്ചെന്ന് പറഞ്ഞാൽ ഒത്തിരി ആഗ്രഹിച്ചുണ്ടായ കുട്ടിയായതുകൊണ്ട് നല്ല കെയർ എല്ലാം ലേബിൾ വായിച്ച ഭക്ഷണം പോലും കഴിക്കുകയുള്ളായിരുന്നു. അങ്ങനെ മറ്റേ മൂത്ത കുട്ടികൾ നമുക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയൊക്കെ നോക്കി പ്രഗ്നൻസി ഒന്നും ഒരു കുഴപ്പമില്ലാതെ പോയി. മോൻ ജനിച്ചു കഴിഞ്ഞപ്പോഴും അങ്ങനെ വിഷമമൊന്നും തോന്നില്ല. പക്ഷെ മോൻ്റെ പെടലിക്ക് സ്വല്പം ഒരു ബുദ്ധിമുട്ട്, ടോർട്ടിക്കോളിസ് എന്ന് പറയും, ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ അങ്ങ് മാറി. ഒരു 6 മാസമായി കഴിഞ്ഞപ്പോൾ എനിക്ക് നോട്ട് ചെയ്യാൻ തുടങ്ങി മോൻ്റെ വളർച്ചയിൽ ചെറിയ വ്യത്യാസമുണ്ട്. സാധാരണ പിള്ളേർ കമന്ന് വീഴുന്ന പോലെ വീഴും, പക്ഷേ മുമ്പോട്ട് വലിയുന്ന എല്ലാം വളരെ സ്ലോ ആയിരുന്നു. അപ്പം ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൂടെ ഇപ്പോൾ അവർ പറഞ്ഞേ മൂത്ത പിള്ളേർ എത്ര വലുതാണ്, ഞാൻ വെറുതെ കുത്തിയിരുന്ന് നോക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ കാണുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിളിച്ചു കൊണ്ടുപോകും. ഞങ്ങൾ അവിടെ ചെല്ലുമ്പം അവസാനം അവരെ ഞങ്ങളുടെ സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തൊക്കെ വിട്ടു. മോനെ കൊണ്ടുപോയി അവിടെ മെഡിക്കൽ കോളേജിലും ചൈൽഡ് സ്പെഷ്യലിസ്റ്റെ കൊണ്ടുപോയി ചെയ്യാവുന്ന എല്ലാ ഔട്ട് ഓഫ് സ്റ്റേറ്റിലും ഒക്കെ കൊണ്ടുപോയി ചെയ്യാവുന്ന ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് എല്ലാം ഒരിക്കലും ടെസ്റ്റിലൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. 2 വയസ്സായപ്പോഴത്തേക്ക് പുള്ളിക്ക് ഇച്ചിരി പ്രശ്നമുണ്ടെന്ന് തോന്നി. ഈ മൈൽ സ്റ്റോൺസ് എന്ന് പറയും, അതായത് ഇരിക്കേണ്ട ഇത് നടക്കേണ്ട പ്രായം, സംസാരിക്കേണ്ട പ്രായം, അതൊക്കെ താമസിച്ച് വരുന്നു എന്ന് കണ്ടപ്പോഴത്തേക്ക് ഡിലേ ഓഫ് മൈൽ സ്റ്റോൺസ് എന്ന് പറയും ടെക്നിക്കലായിട്ട്. അത് കണ്ടപ്പോഴത്തേക്കാണ് അവിടെ 2ാമത്തെ വയസ്സിൽ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഒരു പീഡിയാട്രീഷ്യൻ്റെ മേൽനോട്ടത്തിൽ എല്ലാ ടെസ്റ്റുകളും ചെയ്ത് യാതൊരു പ്രശ്നവും കണ്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ വേറെ മെഡിക്കൽ കോളേജിൽ ഒരു സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ഉണ്ടായിരുന്നു, പീഡിയാട്രീഷ്യൻ. അദ്ദേഹം ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്തു, എന്നിട്ടും യാതൊരു പ്രശ്നവും കണ്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് വേറെ മിൽവാക്കി എന്ന് പറയുന്ന മിൽവാക്കി വിസ്കോൺസിൻ എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു സ്ഥലത്ത് ജർമ്മനിയിൽ നിന്ന് ഒരു ബർത്ത് ഡിഫെക്ട് സ്പെഷ്യലിസ്റ്റ് വന്നിരുന്നു. അദ്ദേഹവും കണ്ടു, ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തു, ഒരുപാട് എക്സ്റേസ് എടുത്തു, അന്ന് ക്യാറ്റ് സ്കാൻ ഇതൊക്കെ ചെയ്തു, ക്രോമസോം സ്റ്റഡി നടത്തി, എല്ലാം നടത്തിയിട്ടും യാതൊരു പ്രശ്നവും കണ്ടു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് എന്താ പ്രശ്നമെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല, പക്ഷേ മോന് പ്രശ്നമുണ്ട്, അതുകൊണ്ട് പ്രശ്നമുള്ള ഒരാളിനെ പോലെ അവനെ ടേക്ക് കെയർ ചെയ്യണം, അവന് തെറപ്പി കൊടുക്കണം എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ ഞങ്ങളവിടെ ഫിസിക്കൽ തെറപ്പിക്കും സ്പീച്ച് തെറപ്പിക്കുമൊക്കെ കൊണ്ടുപോകുമായിരുന്നു. പിന്നെ ഒരു 4-5 വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് നല്ലപോലെ സംസാരിക്കത്തില്ല. ഇങ്ങനെ വായിക്കൂടൊക്കെ വെള്ളം ഇങ്ങനെ അങ്ങ് കൂഞ്ഞിട്ട് വായിക്കൂടൊക്കെ വെള്ളവും വരും. വളരെ ബുദ്ധിമുട്ടുള്ള അവസരമായിരുന്നു. പുള്ളിയുടെ പെടലിയൊക്കെ ഇങ്ങനെ എപ്പോഴും ആടി ടിക് ടിക്, അവിടെ ഇപ്പോൾ ടിക് സിൻഡ്രോമാണ്, ആടിക്കൊണ്ടിരുന്നു. കണ്ടാൽ നമുക്ക് കണ്ടു നിൽക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവന്. അപ്പോഴും എല്ലാം ഞാൻ പക്ഷേ പ്രാർത്ഥന വിട്ടിട്ടില്ല. മാതാവിൻ്റെ അടുത്ത് പോയിരുന്നു, അന്നേരവും പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ ഞാൻ സ്ഥിരം പോയിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ ഇടവപ്പള്ളിയിലെ ഞങ്ങളുടെ അച്ഛൻ പറയുമായിരുന്നു, ആ പള്ളിയിലെ ഓരോ ബെഞ്ചിലും എൻ്റെ കണ്ണുനീര് വീണിട്ടുണ്ട്. അതുപോലെ മണിക്കൂറുകൾ ഞാൻ പോയിരുന്നു പ്രാർത്ഥിക്കും. മോനെ നേഴ്സറിലൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് മോനെ എന്തുകൊണ്ടാണ് ചെയ്ത്, അതുകൊണ്ട് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ള ഒരു കൃപ ഞങ്ങൾക്ക് തരണേന്ന്. അന്നേരവും ഞാൻ കരയുമ്പോഴൊക്കെ ജോർജ് കുട്ടി പറയുമായിരുന്നു, പൊന്നമ്മേ ജിമ്മിച്ചനെ നമുക്ക് ദൈവം തന്നു, അവനെ നമുക്ക് അറിയാവുന്നതുപോലെ സ്നേഹം കൊടുത്ത് വളർത്തിയാൽ മതി. ഇപ്പോൾ മറ്റേ 2 പിള്ളേരെ പോലെ അവൻ മിടുക്കനാവണമെന്നൊന്നുമില്ല, പഠിച്ച് ഡോക്ടറായാലും എഞ്ചിനീയർ ആവണമെന്നില്ല, നമുക്കറിയാവുന്ന പോലെ സ്നേഹിച്ച് വളർത്തും. പക്ഷേ എനിക്കതൊന്നൊക്കെ അറിയില്ലായിരുന്നു എങ്ങനെയാണിത് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന്. ഒത്തിരി പ്രാർത്ഥന കൃപ കൊണ്ടാണ് ഹാൻഡിൽ ചെയ്യാനുള്ള കൃപ കിട്ടി. പിന്നെ അതിനു മുമ്പ് ഞാൻ ചേർപ്പങ്കപ്പള്ളിയിൽ പോയിരുന്നു, ഉണ്ണീശോയോട് ഒത്തിരി പ്രാർത്ഥിച്ച്. അപ്പോൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് എന്നോട് ആരോ പറയുന്നു, മോനൊരു നാട്ടു ചികിത്സ ചെയ്യണമെന്ന്. എനിക്ക് അറിഞ്ഞുകൂടെ എന്താവാന്ന്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടാണ് ഞാൻ നാട്ടു ചികിത്സയ്ക്ക് തിരക്കാൻ തുടങ്ങിയത്, ആരെ കൊണ്ടാണ്. അങ്ങനെ ആ മോന് നാട്ടു ചികിത്സ ചെയ്ത് മോനെ കുറച്ച് തിരുമുകയും നാട്ടു ചികിത്സകളൊക്കെ കഴിഞ്ഞ്
ഒത്തിരി വ്യത്യാസം അന്നുണ്ടായെങ്കിലും അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ മരുന്നൊക്കെ വാങ്ങി അമേരിക്കയ്ക്ക് പോയി. 92 ഞങ്ങൾ പോകുമ്പോൾ ആദ്യമായിട്ട് നാക്കിൻപറമ്പിലച്ഛനും ടീമും അമേരിക്കയിൽ വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അച്ഛനെ കാണാനൊരു അവസരം കിട്ടി. അച്ഛൻ്റെ ഒരു ഫസ്റ്റ് കസിനും ഞങ്ങളും ഫ്രണ്ട്സായിരുന്നു. പുള്ളിക്കാരത്തി പറഞ്ഞു, പുള്ളിക്കാരത്തി ഇങ്ങനെ അച്ഛൻ എപ്പോഴെങ്കിലും അമേരിക്കയിൽ വരികയാണെങ്കിൽ പുള്ളിക്കാരത്തിയെ കാണാൻ വരും, അപ്പം ഞാൻ മോനെയും കൊണ്ട് ഞങ്ങളതും ചെല്ലണമെന്ന് അങ്ങനെ പറഞ്ഞു. കുറേ നേരത്തെ പറഞ്ഞിരുന്നു. അച്ഛൻ വന്നു, ഞങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചു. അതിന് ഞങ്ങൾ അച്ഛനെ കണ്ടിട്ടുമില്ല, ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. നാട്ടിൽ പലപ്പോഴും വന്നപ്പോൾ ഞങ്ങളോട് പലരും പറഞ്ഞിട്ടുണ്ട് കോട്ടയിലൊന്ന് പോകെ പ്രാർത്ഥിക്കുകയോ. ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കാം. ഞാൻ തന്നെ പറഞ്ഞു, എത്ര വർഷമായിട്ട് നമ്മളിരുന്ന് പ്രാർത്ഥിക്കുന്ന, ഞങ്ങൾ 2 പേർക്കും അതിനോട് താല്പര്യമില്ലായിരുന്നു പോകാൻ. ഞങ്ങൾ പോയിട്ടില്ല. പക്ഷേ അച്ഛൻ അമേരിക്കയിൽ വന്ന് കഴിഞ്ഞ അച്ഛൻ്റെ ഈ കസിൻ്റെ വീട്ടിൽ വന്നൊരു രാത്രി 8 മണിയാകുമ്പം ഞങ്ങളുടെ വീട്ടിലേക്ക് എൻ്റെ ഞങ്ങളുടെ ഫ്രണ്ട് അച്ഛൻ്റെ കസിന് വിളിച്ചിട്ട് പറഞ്ഞു, മേരിക്കുട്ടി എന്ന് അവളുടെ പേര്. മേരിക്കുട്ടി പറഞ്ഞു, അയ്യോ പൊന്നമ്മേ, മാത്യു അച്ഛൻ എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ അങ്ങ് മറന്നുപോയി വിളിച്ച് പറയാൻ. അപ്പോൾ രാത്രി 8 മണിയായി. ഞങ്ങളുടെ അടുത്തുനിന്ന് ഒരു 90 മൈൽ എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ ഡ്രൈവ് ചെയ്യണം അല്ലേ കുട്ടി, അകലെയാ. അപ്പം മോനെയും കൊണ്ട് വരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മേരിക്കുട്ടി ഞങ്ങളിപ്പോൾ 8 മണിയായി, ഇനി ഞങ്ങൾ അവിടെ വരുമ്പോഴത്തേക്ക് അച്ഛൻ കിടക്കുമോ ഇല്ലേ, രാത്രി 10-11 മണിയാൽ. അത് സാരമില്ല, അത്ര നേരം വെളുത്താലും ഞാൻ മാത്യു അച്ഛനെ ഉണർത്തി ഞങ്ങൾ കസിൻസ് ഇരുന്ന് വർത്തമാനം പറഞ്ഞോളാമെന്ന് പറഞ്ഞു. ഞങ്ങൾ വേഗം പുള്ളിക്ക് ആദ്യം മടിയായിരുന്നു, ഞാൻ നിർബന്ധിച്ച് ഞങ്ങൾ ജിമ്മിച്ചനെ ഒരുക്കി ഞങ്ങൾ രാത്രി തന്നെ ഇവിടുന്ന് ഡെട്രോയിറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്ന് ഞങ്ങൾ മാത്യു അച്ഛൻ്റെ പെങ്ങളുടെ കസിൻ്റെ വീട്ടിൽ ചെന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾ അച്ഛനെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞങ്ങൾ ചെല്ലുമ്പം മേരിക്കുട്ടി കഥ തുറന്ന് ഒരു ആൾ ഫോണും പിടിച്ചിങ്ങനെ നിന്ന് ഒരു കയ്യിലും മുണ്ടും ഷർട്ടും ഒക്കെ എടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പം പുള്ളി പറഞ്ഞു, ഇതാ അച്ഛൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്നു. അച്ഛൻ ഞങ്ങൾ ചെന്നിട്ടൊന്നും മൈൻഡൊന്നും ചെയ്തില്ല. ഞങ്ങളിങ്ങനെ അവിടെ കുറേ നേരം നിന്ന് കഴിഞ്ഞ് ഫോണൊക്കെ താത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ ചോദിച്ചു, മേരിക്കുട്ടി പറഞ്ഞത് എൻ്റെ ഫ്രണ്ട്സാണ്, ഇങ്ങനെ മോന് കൊണ്ട് വന്നതാണ്, നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, മോന് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. മോൻ എന്നാ പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പം വാസ്തവത്തിൽ ഞാനങ്ങ് കരഞ്ഞ്, എനിക്കതിൽ കൂടുതൽ പറയാനറിയില്ലായിരുന്നു. കുറച്ച് നേരം അച്ഛൻ ഇങ്ങനെ നിന്നിട്ട് പ്രാർത്ഥിച്ചും പറഞ്ഞു, നിങ്ങൾ ഇനി ഈ മകന് വേണ്ടി കരയരുത്, ഈ മകനെ നിങ്ങൾക്ക് ദൈവം തന്നതിൻ്റെ പദ്ധതി ആരാഞ്ഞ് സ്തുതിക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്കൊന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഞങ്ങൾ വിചാരിച്ചു അങ്ങ് ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉടനെ എന്തെങ്കിലും ഒരു ഉത്തരം കിട്ടും, മറുപടി കിട്ടും. ഞങ്ങൾ അവിടുന്ന് പോയിട്ടൊരു നിരാശ പോലെ രാത്രി 2 മണി ആയി അവിടുന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് പോരുമ്പം അപ്പോൾ അച്ഛൻ പറഞ്ഞത്, അവിടെ ഇവിടെ ഒരു ധ്യാനം നടക്കുന്നുണ്ട്, നിങ്ങളിവിടെ വന്നൊരു ധ്യാനം കൂടാൻ പറഞ്ഞു. എനിക്ക് പോകുന്നതിൽ അച്ഛൻ്റെ അടുത്ത് പോകുന്നതിനകത്ത് വലിയ താല്പര്യമില്ലാതിരുന്നു. അപ്പോൾ പിന്നെ അച്ഛൻ പദ്ധതി കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഏത് പള്ളിയിലോ ആശുപത്രിയിലോ പോയി ഇനിയും പദ്ധതി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മോൻ ഭേദപ്പെടുമായിരിക്കും എന്നെല്ലാം പറഞ്ഞു. ധ്യാനത്തിന് പോകണമെന്ന് പറഞ്ഞിട്ട് ഈ ധ്യാനത്തിന് പോകാൻ യാതൊരു താല്പര്യമില്ലായിരുന്നു. പിന്നെ അവസാനം എൻ്റെ മൂത്ത പെങ്ങളുടെ ഒരു മകനും അവർക്ക് വലിയ നിർബന്ധമായിരുന്നു. അവർ വലിയ കരിസ്മാറ്റിക്കാരായിരുന്നു, നിർബന്ധമായിരുന്നു പോകണമെന്ന്. അപ്പോൾ പൊന്നമ്മയ്ക്കും പോകണമെന്ന് നിർബന്ധം പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങളെ അവിടെ കൊണ്ട് ധ്യാന മന്ദിരത്തിൻ്റെ അവിടെ കൊണ്ട് ഞാൻ ഇറക്കി അവിടെ നിർത്തി കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്ന് നിങ്ങൾ ധ്യാനം തീരുമ്പം നിങ്ങളെ വന്ന് പിക്ക് ചെയ്തുകൊണ്ട് പോയിക്കോളാമെന്ന് പറഞ്ഞുള്ള കണ്ടീഷനിൽ അവിടെ ചെന്ന് കഴിഞ്ഞ് ധ്യാനത്തിൻ്റെ അവിടെ ഇറങ്ങി ഇവരെ അവിടെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചിങ്ങോട്ട് പോന്നപ്പോഴത്തേക്ക് എൻ്റെ കൂടെ പഠിച്ച 2-3 കൂട്ടുകാരെ ഡോക്ടേഴ്സ് അവർ പറഞ്ഞു, ജോർജ് നീ വരുന്നില്ലേ, ധ്യാനത്തിന് വരുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വരുന്നില്ല, വാടാ ചുമ്മാ വന്നാ, നമുക്കും വലിയ താല്പര്യമൊന്നുമില്ല, അതിൽ നമുക്കൊന്ന് പോയി നോക്കിക്കളാം, നാട്ടിൽ നിന്ന് വന്ന ടീമല്ലേ എന്നും പറഞ്ഞ് ഞങ്ങൾ പോയി. അപ്പം മൂന്നാമത്തെ ദിവസം അച്ഛൻ രോഗശാന്തി ശുശ്രൂഷ ഉച്ച കഴിഞ്ഞ് നടത്തുന്ന സമയത്ത് ജോർജ് കുട്ടിയുണ്ട്, ഞാനുണ്ട്, ജൂട്ടർ പെങ്ങളുണ്ട്, പിന്നെ ഞങ്ങളുടെ കുറേ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങളെല്ലാവരും അടുത്തൊക്കെ നിന്നു. മോനെ വീട്ടിലാക്കിയിട്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ ധ്യാനത്തിന് അപ്പം ഞങ്ങൾ കൈ കോർത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുക, എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ കുറേ ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. അവസാനം അച്ഛനും പറഞ്ഞു, ഒരു ബുദ്ധിക്ക് മാന്യമുള്ള ഒരു കുട്ടിക്ക് 35% സൗഖ്യം കിട്ടിയതായിട്ട് അച്ഛന് ഇത് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഫ്രണ്ട്സും ഞാനും ഒക്കെ പ്രാർത്ഥിച്ചിട്ട്, ദൈവമേ എൻ്റെ മകനായിരിക്കണേ എന്ന് ഒത്തിരി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ പറഞ്ഞ് തീരുകയും എൻ്റെ ഞാനിങ്ങനെ പിടിച്ചിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വലത്തെ കൈയുടെ ഇവിടോട്ട് വന്നിട്ട് എന്തോ ഒരു ഇടിമിന്നൽ പോലെ എന്തോ ഇവിടെ എനിക്കൊരു അനുഭവം ഉണ്ടായി. എൻ്റെ കൈ അപ്പോൾ എനിക്ക് പിന്നെ കൈ അനക്കമ്മല ഭയങ്കര കഴപ്പ്. എനിക്കിതെന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് എന്നാ പറ്റി, ഞാനിങ്ങനെ എൻ്റെ സാരി മുഴുവനും മുഖവും കരഞ്ഞ് കണ്ണുനീരാണ് ഇങ്ങനെ ഈ മോന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കും അറിയില്ല, എൻ്റെ കൈ അങ്ങ് തളർന്നു പോയ പോലെ ആയിപ്പോയി, ഭയങ്കര വേദനയെന്ന് പറഞ്ഞു. അപ്പം ആദ്യത്തെ അനുഭവം ഞങ്ങൾ പ്രാർത്ഥനയും കഴിഞ്ഞു, അന്നെല്ലാം രോഗശാന്തിയും കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, ജോർജ് കുട്ടി
ഞാൻ ഡ്രൈവ് ചെയ്യുക, ജോട്ടർ പെങ്ങളും ഞാനും ജോർജ് കുട്ടിയുണ്ട് കാറിൽ കയറിയപ്പം പുള്ളിക്കാരത്തി ചോദിച്ചു റോസമ്മ എന്നാ പുള്ളിയുടെ എന്നെ പറ്റി കൈക്ക്. ഞാൻ പറഞ്ഞു എൻ്റെ കൈക്ക് ഭയങ്കര വേദന. ഉടനെ പുള്ളിക്കാരത്തി പറഞ്ഞു അച്ഛൻ വിളിച്ച് പറഞ്ഞത് കേട്ടില്ലേ, അത് നമ്മുടെ ജിമ്മി മോനാ സൗഖ്യം കിട്ടിയത് പുള്ളി പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കും അറിയത്തില്ല, എൻ്റെ കൈക്ക് അത് പൊന്നമ്മയ്ക്ക് കൂടെ അടയാളം കാണിച്ചു തന്നാന്ന് പുള്ളിക്കാരത്തി പറഞ്ഞു, ഈ പെങ്ങൾ പറഞ്ഞു. അപ്പോൾ കാറേ കയറിയപ്പോൾ ഞാൻ പറഞ്ഞു ചോട്ടി എൻ്റെ കൈക്ക്. അപ്പം ചോട്ട് പറഞ്ഞു വെളുക്കാൻ തേച്ചത് പാണ്ടായി, ഇനി ഞാൻ അമ്മയും മോനെയും കൂടെ നോക്കണമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു. ആ വീട്ടിൽ വന്ന് ഞങ്ങൾ 2 മണിക്കൂർ ഡ്രൈവ് ചെയ്യണമായിരുന്നു. വീട്ടിൽ വന്ന് രാത്രിയായി. അപ്പം മോനെ നോക്കുന്ന അമ്മ വീട്ടിലുണ്ട്. ഒരു മോനെ കുളിപ്പിച്ച് കിടത്തിയൊക്കെ ഉറക്കിയായിരുന്നു. അപ്പോൾ അമ്മയെ കൊണ്ട് വിടാൻ ജോർജ് കുട്ടി ഇപ്പം പ്രായമായ രാത്രിയിൽ അവർ ഡ്രൈവ് ചെയ്യത്തില്ല. ഞങ്ങളുടെ വീടിനടുത്താണ്. ജോട്ടി പറഞ്ഞ് ഞാൻ കൊണ്ട് വിട്ടിട്ട് വരാം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ഈ ബ്ലൗസ് ഊരാൻ മേലെ എന്നെ ഒന്ന് സഹായിക്കണം ഇത്, അപ്പം പോയിട്ട് വന്നിട്ട് മതി എന്ന് പറഞ്ഞു. ജോർജ് കുട്ടി അമ്മയെ കൊണ്ട് വിടാൻ പോയി. ഞാൻ ഈ മോൻ കിടന്ന് മുറി കയറി ചെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ വേഗം എൻ്റെ ഈ കൈ എടുത്ത് ഇങ്ങനെ പൊക്കിയിട്ട് മോൻ ഉറങ്ങുക, തലയിലോട്ട് കൈ വെച്ച് പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ് ഞാൻ അവനൊരു ഉമ്മയും കൊടുത്ത് അങ്ങ് പൊങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കൈയുടെ വേദന അങ്ങോട്ട് പോയി. അപ്പോൾ എനിക്കറിയില്ല എന്താണെന്ന്. ജോർജ് കുട്ടി വന്നപ്പോഴത്തേക്ക് ഞാൻ സാരിയൊക്കെ മാറി പിന്നെ ചെങ്ങനെ മാറി. ഞാൻ പറഞ്ഞു എനിക്കും അറിയത്തില്ല. ഞാൻ ചെന്ന് പുള്ളിക്കൊച്ചിനെ തൊട്ടിങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കൈയുടെ വേദന. അപ്പോൾ പെങ്ങൾ പറയുന്നുണ്ട് കൊച്ചിന് സൗഖ്യം കിട്ടുക. വാസുദി പറഞ്ഞ അച്ഛൻ ഞങ്ങളോട് വളരെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം കടത്തി വിട്ട ഒരു ദൂതനായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ഞങ്ങളുടെ അന്ന് മുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഇപ്പോഴും എന്തെങ്കിലും തീരുമാനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നെങ്കിൽ അച്ഛൻ ഞങ്ങളുടെ ഒരു ആധ്യാത്മിക ഗുരുവാണ്. ഈ ജിമ്മിക്ക് വേണ്ടി അച്ഛൻ ലോകത്തിൽ എവിടെ ചെന്നാലും സാക്ഷ്യം പറയും, പേര് പറയത്തില്ല. അപ്പോൾ 1998 ജിമ്മി അവിടെ +2 നിന്ന് ഗ്രാജുവേറ്റ് ചെയ്തപ്പോൾ ഈ സ്കൂളിൽ പോയി കാണിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് ഇതിലെ ഗ്രാജുവേറ്റ് ചെയ്ത് 213 റെഗുലർ സ്റ്റുഡൻസിൻ്റെ കൂടെ നിന്നിട്ട് ഇവൻ മാത്രമേ ഉള്ളൂ സ്പെഷ്യൽ പ്രോഗ്രാമിൽ ക്യാപ്പും ഗൗണും വെച്ച് ഇവനാണ് 213 കൊച്ചായിട്ട് ഗ്രാജുവേറ്റ് ചെയ്തപ്പം ഞങ്ങൾ സ്കൂളിലുള്ള ഇവൻ്റെ ടീച്ചർമാരും ഞാനും ജോർജ് കുട്ടിയും ഇവൻ്റെ സഹോദരങ്ങളും അവിടുത്തെ സൂപ്രണ്ട് ഉൾപ്പെടെക്കാരൻ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ജിമ്മിയെ. അതുപോലെ ഞങ്ങൾക്ക് ജിമ്മിയിൽ വ്യത്യാസങ്ങൾ വന്നു. ബുദ്ധി വികാസത്തിൽ പരിമിതികളുള്ള ഒരു വ്യക്തിയാണ് ജിമ്മി എങ്കിൽ പോലും അനിതര സാധാരണമായിട്ടുള്ള പല പ്രത്യേകതകളും ജിമ്മിക്കുണ്ട്. ഏതാണ്ട് 60ഓളം ടെലഫോൺ നമ്പറുകൾ, അത് മൊബൈൽ നമ്പറുകൾ തന്നെ ഓർത്തിരുന്ന് അതുകൊണ്ട് വ്യക്തമായിട്ട് കൃത്യമായിട്ട് ആളുകളെ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ടുള്ള കഴിവ് ജിമ്മിക്കുണ്ട്. ജിമ്മിയുടെ മറ്റൊരു പ്രത്യേകത എല്ലാ ദിവസവും പിതാവായ ഡോക്ടർ ജോർജുമായിട്ട് മുറിയിലേക്ക് പോയി അവിടെ ചെന്ന് പപ്പ ഐ ലവ് യു എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കും. എന്നിട്ട് ആദ്യം ഈ മകൻ പപ്പായുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. അതിനുശേഷം ജിമ്മി തന്നെ തലകുനിച്ച് നിൽക്കും. ജിമ്മിയുടെ തലയിൽ ഡോക്ടർ ജോർജ് കൈവച്ച് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇരുവരും ഗുഡ് നൈറ്റ് കിസ് കൊടുത്തിട്ട് ആണ് ഉറങ്ങാൻ പോകുന്നത്. ഇത് വളരെ വളരെ ദീർഘകാലമായിട്ടുള്ള ഒരു രീതിയാണ്. ഡോക്ടർ ജോർജ് തന്നെയും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു മകനുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്ന്. ഇങ്ങനെയൊരു മകൻ്റെ സ്നേഹവും അതുപോലെ തന്നെ പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ പ്രാപിക്കുവാൻ ഇന്നത്തെ സമൂഹത്തിൽ എത്ര മാതാപിതാക്കൾക്ക് സാധിക്കുന്നുണ്ട്. ഡോക്ടർ ജോർജും ഭാര്യ പൊന്നമ്മയും തങ്ങളുടെ ഈ മകനെക്കുറിച്ച് മാത്രമല്ല, ഈ മകനെപ്പോലെ സമൂഹത്തിലുള്ള വേറെ ഒത്തിരി കുട്ടികളെക്കുറിച്ച് കൂടി ചിന്തിക്കുവാനായിട്ടിടയായി. ആ കുട്ടികളുടെ മാതാപിതാക്കളുടെ നൊമ്പരവും തങ്ങളുടെ തന്നെ നൊമ്പരമായിട്ട് അവർ ഏറ്റുവാങ്ങി. അതിൻ്റെ പരിണിതഫലമാണ് 12 കോടിയോളം വിലമതിക്കുന്ന ഈ കെട്ടിട സമുച്ചയവും 1.5 ഏക്കർ സ്ഥലവും ഭിന്നശേഷിയുള്ള കുട്ടികളുടെ നന്മയ്ക്കായിട്ട് അവർ ദാനം ചെയ്തത്. ഞങ്ങൾ 2001 ഇവിടെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ സ്ഥലം മേടിച്ചത്. ഇവിടെ ഒരു
അത് പെട്ടെന്ന് ഒരു പൊന്നമ്മയോട് പോലും ആലോചിക്കാതെയാണ് ഞാൻ ഈ സ്ഥലം മേടിച്ചു കഴിഞ്ഞാൽ അത് പറയണം. വെല്ലുവിളത്തുനിന്ന് ഇങ്ങോട്ട് ഞങ്ങൾ വെല്ലുവിളം അറിയാമല്ലോ മോക്കെ. അവിടുന്ന് ഇവിടെ ഒരു കസിനെ കാണാൻ പോവാന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങി വന്നതാ. വിളിച്ചോണ്ട് വന്നു. 1 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വന്ന് പറഞ്ഞു ഞാനൊരു പറമ്പ് വാങ്ങിച്ചെന്ന് പറഞ്ഞു. ജൂലൈ മാസമായിരുന്നു, നല്ല കർക്കിടക മാസമായിരുന്നു. ഒന്നും ഭയങ്കര മഴയത്ത് ഈ ഇതിനകത്തൂടെ കയറി എല്ലാം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറുപ്പത്തിൽ കളിച്ചു. ഞാൻ പറഞ്ഞു ഇത് നമുക്ക് മേടിക്കാമെന്നും പറഞ്ഞ് ഞങ്ങളങ്ങ് മേടിച്ചു. ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീട് ഇച്ചിരി വലിപ്പം ഉണ്ടായിരുന്നു, 4000 സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ പറമ്പ് വളരെ കുറവായിരുന്നു, ജിമ്മിക്ക് ഇറങ്ങി നടക്കാൻ സ്ഥലമില്ലായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഒരു വീട് വേണം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഒരുപാട് ദിവസം ഇരുന്നു. പക്ഷേ ഒരിക്കലും ഒരു തീരുമാനം എടുത്തില്ല. പുതിയൊരു വീട് വെക്കാൻ കഴിയത്തില്ല എന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങളെ തേങ്ങി ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് 2004 ഒരു ദിവസം അച്ഛൻ നായ്ക്കമറബിലച്ഛൻ ജർമ്മനിയിലായിരുന്നു. അപ്പം ഞാൻ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് പോരാനായിട്ട് നവംബർ മാസമായിരുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് പോരാനായിട്ട് ടിക്കറ്റൊക്കെ എടുത്തിരിക്കുകയായിരുന്നു. അച്ഛൻ എന്നോട് പറഞ്ഞു ജർമ്മനിക്ക് വരണം, ധ്യാനത്തിന് ഒരു ക്ലാസ് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അച്ഛോ എൻ്റെ ടിക്കറ്റ് ഞാൻ നഷ്ടപ്പെടും, ഇപ്പം ഇത്രയും പൈസ മുടക്കി വെച്ച് ടിക്കറ്റ് നഷ്ടപ്പെടുത്തി വരണോ, അച്ഛനതേക്കുറിച്ച് തീരുമാനിക്കുക എന്ന് പറഞ്ഞ് അച്ഛൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ അങ്ങ് നിർത്തി. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു എന്തായാലും പാരീസിന് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് പാരീസിന് ചെന്നപ്പോഴത്തേക്ക് അച്ഛൻ റെയിൽവേ എല്ലാം തയ്യാറാക്കിയപ്പോൾ അവിടെ മീറ്റിംഗ് ഒന്നും ഇല്ലായിരുന്നു. അച്ഛൻ എന്നോട് പറഞ്ഞു മീറ്റിങ്ങിനൊന്നാണ് പറഞ്ഞ് വിളിച്ചത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് അച്ഛനും ഈ സിസ്റ്റർ തെരേസും പാക്ക് ചെയ്ത് നിൽക്കുകയാണ് ലൂർദിന് പോകാനായിട്ട്. അപ്പം പറഞ്ഞു ഞങ്ങൾ ഡോക്ടറെ കൊണ്ട് ഒരു 3 ദിവസത്തെ ധ്യാനത്തിന് ലൂർദിന് പോവുകയാണെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്ന് അവിടെ ഒരു മഠത്തിൽ താമസിച്ച് 3 ദിവസം അവിടെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു നിങ്ങളിവിടെ ഒരു വീട് വെക്കണം, ഇവിടെ ഈ പറമ്പിൽ ഒരു വീട് വെക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞു. എന്നപ്പോഴത്തേക്ക് പൊന്നമ്മയ്ക്കായിരുന്നു ആദ്യം ഈ വീട് വെക്കുന്നതിന് വലിയ താല്പര്യമില്ലായിരുന്നു. പുതിയൊരു വീട് വെക്കി ഇനി അതിൻ്റെ പുറകെ എന്തിനാ ബുദ്ധിമുട്ടുന്നതെന്നും പറഞ്ഞു. അപ്പോൾ ഞങ്ങളെ പൊന്നമ്മയെ അവിടുന്ന് പാരീസിൽ നിന്ന് തന്നെ അച്ഛൻ വിളിച്ച് പറഞ്ഞു ഇനി എതിരൊന്നും പറയരുത്, ഒരു വീട് വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് 2005 വീടൊക്കെ വെക്കാനുള്ള പ്ലാൻ ചെയ്തപ്പോൾ ഒരു 3000 സ്ക്വയർ ഫീറ്റ് ഒരു വീട് വെക്കാനാണ് പ്ലാൻ ചെയ്തത്. അത് പിന്നെ പ്ലാൻ ചെയ്തു 3000 ഇച്ചിരി അത് കൂടി. പിന്നെ മുകളിൽ 2ാമത്തെ നിലയിൽ ജിമ്മിക്കൊരു മുറി വേണമെന്നും പറഞ്ഞ് നിർബന്ധം പറഞ്ഞുകൊണ്ട് ഒരു ചെറിയൊരു മുറിയൊക്കെ 2ാമത്തെ നിലയിൽ. അപ്പോൾ അതേ നിർത്താനായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ പണി ആദ്യത്തെ ഫ്ലോറിൻ്റെ വാർപ്പ് മാർച്ച് മാസത്തിൽ നടക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് അച്ഛൻ ഇവിടെ വന്നു കഴിഞ്ഞെല്ലാം പ്രാർത്ഥിച്ചെല്ലാം പോയി എല്ലാം നന്നായിരിക്കുന്നല്ലോ എന്നെല്ലാം പറഞ്ഞ് അച്ഛനങ്ങ് പോയി. അച്ഛൻ അമേരിക്കയ്ക്ക് പോയി. 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് വാർത്ത കഴിഞ്ഞിട്ട് ഒരു 6 ആഴ്ചത്തേക്ക് പണിയൊന്നും നടക്കത്തില്ലായിരുന്നുകൊണ്ട് ഞങ്ങളും അമേരിക്കയ്ക്ക് പോയി. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാമെന്ന് കരുതി. അല്ലാത്ത സമയത്തല്ല ഇവിടെ കൂടുതൽ തന്നെയായിരുന്നു ഞാൻ ഈ വീട് പണിയിപ്പിച്ചത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ അച്ഛനെ വിളിച്ചപ്പോഴത്തേക്ക് അച്ഛൻ ചോദിച്ചു ഇനി എന്നാ പരിപാടി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ആദ്യത്തെ നില വാർത്തു, ഇനി അതല്ലാണ്ട് പരിപാടിയൊന്നുമില്ല, ഒരു നില നിർത്തുമ്പോൾ ഞാനൊരു 3 നില കെട്ടിടമായിട്ടാണല്ലോ അത് കാണുന്നതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛൻ അങ്ങനെ ഒരു പ്ലാൻ പോലും ഇല്ല, അതേക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ ആ സംഭാഷണം അങ്ങ് നിർത്തി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് വിളിച്ച് പറഞ്ഞു ഞാനൊരു 3 നില കെട്ടിടമായിട്ടാണ് അത് കാണുന്നത്, 3 നിലയായിട്ട് പണിയണം, ഒരു ലിഫ്റ്റും അതിനകത്ത് വെക്കണമെന്ന് പറഞ്ഞു. അച്ഛൻ നിർദ്ദേശിച്ചു. അച്ഛൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയാൻ വയ്യ 3 നില കെട്ടിടമായിട്ട് പണിയാൻ ഒക്കുമെന്ന്, ഞാൻ എഞ്ചിനീയറെ വിളിച്ച് ചോദിക്കാം 3 നില കെട്ടിടമായിട്ട് പണിയാനുള്ള ഇത് ഫൗണ്ടേഷൻ അതിനുള്ള സ്ട്രെങ്ത് ഉണ്ടോ എന്ന് വെച്ചാൽ ഞങ്ങൾ ചെറിയൊരു കെട്ടിടം പണിയാനായിട്ടാണ് പ്ലാൻ ചെയ്തത്. അപ്പം അത് കഴിഞ്ഞ് വെച്ച് ഞാൻ എഞ്ചിനീയറെ വിളിച്ചു സംസാരിച്ചപ്പോഴത്തേക്ക് എഞ്ചിനീയർ പറഞ്ഞത് 8 നില കെട്ടിടം മേലും പണിയത്തക്ക രീതിയിലുള്ള സ്ട്രെങ്തിലാണ് ഞാൻ ഫൗണ്ടേഷൻ ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് ഡോക്ടറൊന്നും വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വെച്ച് ഞാൻ പറഞ്ഞു എന്നാൽ ഒരു 3 നില കെട്ടിടത്തിനുള്ള പ്ലാൻ വരച്ചോളാൻ പറഞ്ഞു. വരച്ചു എല്ലാം. ഒരു ദിവസം വെളുപ്പിന് ഒരു 5 മണിയായപ്പോഴത്തേക്ക് ഈ എഞ്ചിനീയർ എന്നെ വിളിച്ചു വെച്ച് എന്നോട് പറഞ്ഞു ഞാൻ ഇന്നലെ പടം വരച്ചു, 3 നില കെട്ടിടമായിട്ട് പണിതപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷം, അതാ അങ്ങനെ തന്നെ നമുക്ക് പണിയണം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനോട് പറഞ്ഞപ്പോൾ അങ്ങനെ പണിയാന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു നിങ്ങളത് പണിതോ, നിങ്ങൾ ദൈവത്തിന് വേണ്ടിയിട്ട് പണിയുന്ന വീടാണ്, നിങ്ങൾക്ക് താമസിക്കാനൊന്നും അല്ല, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പണിതോളാൻ പറഞ്ഞു. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അച്ഛൻ്റെ അടുത്ത് പിന്നെയും പോയി ലിഫ്റ്റ് വെക്കാനായിട്ട്. പൊന്നമ്മയെ ലിഫ്റ്റ് ഉപയോഗിക്കത്തില്ല, ജിമ്മി ഉപയോഗിക്കത്തില്ല. അപ്പം പിന്നെ ഒരാൾക്ക് വേണ്ടിയിട്ട് ലിഫ്റ്റ് വെക്കേണ്ട കാര്യം തന്നെ, അതുകൊണ്ട് അതിന് പ്രൊവിഷൻ ഇട്ടിട്ട് നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്ന് അച്ഛനോട് പോയി, അവിടെ ചെന്ന് പോർട്ടൽ എഞ്ചിനീയറുമായിട്ട് അവിടെ പോയി, അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ ഒരു ദിവസം എല്ലാം പ്രാർത്ഥിച്ച് കഴിഞ്ഞ് വെച്ചാൽ അച്ഛൻ പറഞ്ഞു അതല്ല ലിഫ്റ്റ് തന്നെ വെക്കണമെന്ന് പറഞ്ഞു, പ്രൊവിഷൻ ഇട്ടാൽ പോരെ ലിഫ്റ്റ് തന്നെ വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ വീട് പണിതത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു 2014 ഇവിടെ ചീരഞ്ചിറപ്പള്ളിയിൽ ഒരു പെരുന്നാളുണ്ടായിരുന്നു, ഈ വർഗീസ് പുണ്യാളുടെ പെരുന്നാൾ ഏപ്രിൽ അവസാനം.
ഇപ്പം ഞാൻ പെരുന്നാൾ സ്ഥലത്തേക്ക് സാധാരണ പോകാറില്ല. അവിടുത്തെ വലിയ ആൾക്കൂട്ടവും ബഹളവും ഒന്നും ഞാൻ സാധാരണ പോകാറില്ല. പെരുന്നാളിനകത്ത് വലിയ ആത്മീയതയൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഏതായാലും ഇവിടെ വന്ന പുതിയ വികാരി അച്ഛൻ, നിലവന്തര അച്ഛൻ നിർബന്ധമായിട്ട് എന്നോട് പറഞ്ഞു, ഈ പെരുന്നാളിന് ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്, വൈകിട്ട് അതിന് വരണം, പുന്നച്ചേരിലച്ഛൻ പ്രസംഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പുന്നച്ചേരിലച്ഛൻ ആരാണെന്ന് പോലും എനിക്കറിയാൻ പറ്റില്ല. ഏതായാലും അവിടെ പോയി അച്ഛൻ്റെ പ്രസംഗത്തിനകത്ത് അച്ഛൻ ഇങ്ങനെ ഈ ഇത് പാവപ്പെട്ടവരെ സഹായിക്കുന്ന അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ ഈ പെരുന്നാളിൻ്റെ ഈ ആഡംബരമൊക്കെ കുറച്ച് ആലംബഹീനരായ ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തത്തക്ക രീതിയിൽ ചെയ്യുന്നതാണ് ക്രിസ്തീയത്വം എന്നുള്ള രീതിയിൽ അച്ഛനങ്ങ് പ്രസംഗിച്ചു. അപ്പോൾ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു, അത് സ്ട്രൈക്ക് ചെയ്തു. അതുകൊണ്ട് ഞാൻ പിറ്റേ ആഴ്ച പോയി അച്ഛനെ പോയി കണ്ടു, സംസാരിച്ചു. അച്ഛൻ പിന്നെ ചേരലച്ഛനോട് എല്ലാം സംസാരിച്ചു. പക്ഷേ ഇതേക്കുറിച്ചൊന്നും പറഞ്ഞില്ല, ഇത് കൊടുക്കുന്ന കാര്യമോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും പറഞ്ഞില്ല. അച്ഛനോട് സംസാരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ഒരു വർഷം അച്ഛൻ്റെ പ്രവർത്തന രീതി എങ്ങനെയൊക്കെയാണെന്നെല്ലാം ഒന്ന് നോക്കി കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അച്ഛനോട് ഇതേക്കുറിച്ച് സംസാരിച്ചു. ഇങ്ങനെ ഇത് നമുക്ക് ഈ ഇത് സ്പെഷ്യൽ നീഡ്സ് ചിൽഡ്രന് വേണ്ടിയിട്ട് ഇത് കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച്. അപ്പോൾ നിലവന്തര അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു, വികാരി അച്ഛനും ആ കാര്യത്തിൽ വലിയ താല്പര്യമായിരുന്നു. പുള്ളിയും പുറകിൽ നിന്നുകൊണ്ട് ഇതേക്കുറിച്ച് ഈ പുന്നച്ചേരിൽ അച്ഛനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് പിന്നെ മനസ്സിലായി. ഏതായാലും ഞങ്ങളെ ഈ അച്ഛന് കൊടുക്കണോ വേണ്ട എന്നതിലും നായിക്കമ്പറമ്പിൽ അച്ഛനോട് ഇതേക്കുറിച്ച് സംസാരിക്കണോ വേണ്ടായോ എന്നിങ്ങനെ ഞങ്ങളിങ്ങനെ തേങ്ങിയിരിക്കുകയാണെങ്കിൽ പുന്നച്ചേരിൽ അച്ഛനെ ഞങ്ങൾ കൊടുക്കാൻ പോവുകയാണ് എന്നിങ്ങനെ. ഇവർ തമ്മിൽ പരിചയമൊന്നുമില്ല. ഏതായാലും ഒരു ദിവസം അച്ഛൻ ഇങ്ങോട്ട് വിളിച്ചു, നായിക്കമ്പറമ്പിൽ അച്ഛൻ ഇങ്ങോട്ട് വിളിച്ചു, ഞങ്ങൾ ഒരു ദിവസം അങ്ങോട്ട് വരിക, നിങ്ങളുടെ വീട്ടിൽ താമസിക്കാനെന്നും പറഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞ് തലേദിവസം പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇവിടെ കുർബാന ചൊല്ലി കഴിഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് പറഞ്ഞു, നിങ്ങളിപ്പം പ്ലാൻ ചെയ്യുന്ന രീതിയിൽ അങ്ങ് പൊയ്ക്കോട്ടെ, ഇത് നല്ല ടീമാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഇത് നല്ല ടീമാണ്, നല്ല അനുഗ്രഹമുള്ള ഇതാണ്, അതുകൊണ്ട് ധൈര്യമായിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു പുന്നച്ചേരിലച്ഛനുമായിട്ട് ഇത് ചെയ്യാൻ. വൃക്ക രോഗം വന്നാൽ 10 ലക്ഷം രൂപ ഞങ്ങൾ സമാഹരിച്ചു കൊടുക്കും. കരൾ രോഗം വന്നാൽ 25 ലക്ഷം രൂപയാണ് സമാഹരിച്ചു കൊടുക്കുക. അങ്ങനെ 49 പഞ്ചായത്തുകൾ കഴിഞ്ഞു. 49 പഞ്ചായത്തുകളിലായി 80 വൃക്ക കരൾ രോഗികളെ രക്ഷിക്കുവാൻ 10,82.5 ലക്ഷം രൂപയാണ് കഴിഞ്ഞ 3 വർഷം കൊണ്ട് സമാഹരിച്ചു കൊടുത്തത്. ഞങ്ങൾ സഹായിച്ച വ്യക്തി 80 പേരിൽ 56 പേര് ഹൈന്ദവ സഹോദരന്മാരാണ്, 14 ക്രിസ്ത്യാനികൾ, 10 മുസ്ലിങ്ങൾ. പക്ഷേ ഒരു പഞ്ചായത്തിലും ആരും ചോദിച്ചിട്ടില്ല എന്തിന് ഹൈന്ദവനെ സഹായിക്കണം, എന്തിന് ക്രിസ്ത്യാനിയെ സഹായിക്കണം, എന്തിന് മുസൽമാനെ സഹായിക്കണം, ആരും ചോദിച്ചിട്ടില്ല. ഏറ്റവും വലിയ പ്രത്യേകത, വല്ലാത്തൊരു അനുഭവം. ഇതിനെ 5 മണിക്കൂറിൻ്റെ അത്ഭുതം എന്നാണ് പറയുന്നത്. 5 മണിക്കൂർ മതി 1 കോടി രൂപ ഉണ്ടാക്കാനും 10 കോടി രൂപ ഉണ്ടാക്കാനും. വെറും 5 മണിക്കൂർ മതി. 4000-5000 പേരാ ബക്കറ്റുമായി ഇറങ്ങുന്നത്. അതുകൊണ്ട് നമ്മുടെ ജനം നല്ലതാണ്, നമ്മുടെ നാട് നല്ലതാണ്, നമ്മുടെ മലയാളികൾ നല്ലവരാണ് കൊടുക്കുന്നതിൽ. പക്ഷേ സത്യസന്ധമായി സുതാര്യമായി ദൈവകൃപയിൽ നിറഞ്ഞ് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ദൈവം ഇറങ്ങി വന്ന് അവിടെ അത്ഭുതം സൃഷ്ടിക്കുന്ന കാഴ്ചയാണ് വിശുദ്ധ ദണ്ഡൽ. ബക്കറ്റുമായി വീടുകൾ തോറും കയറി ഇറങ്ങുന്ന വിശുദ്ധ ദണ്ഡൽ ഞങ്ങൾ കാണുക. ഇങ്ങനെ തെണ്ടി നടക്കുന്നത് കൊണ്ടാണ് ഡോക്ടർ ജോർജ് പടനിലം ഞങ്ങളെ പരിചയപ്പെട്ടത്. ഞങ്ങൾ ഒരു പൈസ പോലും യാത്ര ചെലവ് പോലും വാങ്ങില്ല. ഈ ടീം അവർ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കിയാണ് ഈ പഞ്ചായത്തിലൂടെ എല്ലാം യാത്ര ചെയ്യുക. ഒരു മാസത്തെ ഒരുക്കമുണ്ട്. പല പ്രാവശ്യം ആ പഞ്ചായത്തിൽ പോകണം. അതിൻ്റെ പണമെല്ലാം ഞങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ ഞങ്ങൾ മുടക്കുകയാണ്. ഒരു അവാർഡുകൾ വാങ്ങില്ല, പണം വാങ്ങില്ല, പിരിക്കുന്ന പണം അതേ രോഗിക്ക് തന്നെ കൊടുത്തിട്ട് പോരുന്നു. അങ്ങനെ ചെയ്ത് കണ്ടതുകൊണ്ടാണ് ഡോക്ടർ ജോർജ് പടനിലം തൻ്റെ 12 കോടിയുടെ വീടും 1.5 ഏക്കർ സ്ഥലവും ഞങ്ങൾക്ക് ദാനമായി പ്രസ്ഥാനത്തിന് തന്നത്. ഞങ്ങൾക്ക് താമസിക്കാൻ വേണ്ടിയല്ല, ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങളെ താമസിപ്പിക്കുവാൻ. ഡോക്ടർക്ക് ജിമ്മി ജോർജ് എന്ന് പറയുന്ന ഭിന്നശേഷിയുള്ളൊരു മകനുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് താമസിക്കാൻ വേണ്ടിയാണ് ഈ ഭവനം ഡോക്ടർ വിട്ടു തന്നിരിക്കുന്നത്. ഇവിടെയാണ് ഞങ്ങൾ അത്ഭുതങ്ങൾ കാണുകയാണ്. ഇതിനെങ്ങനെ പറയണമെന്നറിയാൻ മേൽ. അതായത് പാവപ്പെട്ട രോഗികളിൽ ഈശ്വര സാന്നിധ്യം കൂടുതലുണ്ട് എന്നും അങ്ങനെയുള്ളവരെ സഹായിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുകയാണെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു നല്ല മനോഭാവം. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും പറയും, പാവപ്പെട്ടവൻ്റെ ശബ്ദം കേൾക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനായി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഇവിടെ ഈ ചാരിറ്റി വേൾഡ് എന്ന് പറയുന്ന ട്രസ്റ്റ്, അവിടെ ജിമ്മി പടനിലം എന്ന് പറയുന്ന സെൻറ്റർ, ആ സെൻറ്റർ ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങളെ ഡേ കെയർ, അവരുടെ തൊഴിൽ, അവരെ താമസിപ്പിക്കുന്ന 18 വയസ്സ് കഴിഞ്ഞ് താമസിപ്പിക്കുന്ന കുട്ടികളുടെ വലിയൊരു കേന്ദ്രമായി ഇത് മാറാൻ പോവുകയാണ്. ജിമ്മി ഇവർക്കൊരു ബാധ്യതയല്ല, മറിച്ചൊരു അനുഗ്രഹമാണ്. ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു ചാലകമായി ഇതുപോലുള്ള കുട്ടികൾ മാറുമ്പോൾ അതൊരു സമൂഹത്തെ തന്നെ പുത്തൻ പാഠങ്ങൾ പഠിപ്പിക്കുകയാണ്.